ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്ര ഒമാനിലെ ഒരു മലയുടെ മുകളിൽ, അതുപോലെ തന്നെ 200 അടി താഴേക്കും ഉള്ള ഭൂപ്രദേശം. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ വീടുകളും വളരെ രസകരമായ ഓർമ്മകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ വീടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ വലിയ വലിയ മാളികളൊക്കെ വെച്ചാൽ ഇവിടുത്തെ ഒമാനി പീപ്പിളൊക്കെ, ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീടുകൾ, വളരെ ചെറുത്, അവരെ മദ്രസ പഠനം അതുപോലെ അവരെ സ്കൂളെല്ലാം ഇതുപോലത്തെ ചെറിയ കുടിലിൽ വെച്ചിട്ടായിരുന്നു. ഇത് ഒരുപാട് ഉയർച്ചയിലുള്ള മലയുടെ മുകളിലാണ്. ഈ മലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 വശങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഒരേ വശങ്ങൾ തരിശു ഭൂമിയും അതേ വശങ്ങളിൽ തന്നെ നല്ല മരങ്ങളും വാഴകളും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണത്. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി കളഞ്ഞാണ്. അതുപോലെ തന്നെ മലയുടെ സൈഡിലായിട്ടുള്ള ഈത്തപ്പന തോട്ടം, ഈ തോട്ടത്തിലും നല്ല വെയിലുള്ള സമയത്തും ഈ മലയുടെ താഴ്ഭാഗത്തൂടെ വെള്ളം ചെറിയ അരുവിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. ഇപ്പോൾ ഈത്തപ്പന എല്ലാം ചൂട് കാലത്ത് അവർ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പൂവിട്ടിട്ടുള്ളൂ. ഇനി 2-3 മാസം കഴിഞ്ഞ്, ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് തണുപ്പാണ്. ചൂടിലേക്ക് കടക്കുമ്പോഴാണ് ഈത്തപ്പഴം ശരിക്ക് പഴുത്തു വരിക. ഇപ്പോൾ അതിൽ ചെറുതായിട്ട് പൂവിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഈ മലയുടെ മുകൾ ഭാഗത്ത് തന്നെ, ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ, അത്രയും 200 അടി താഴെ, മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വ്യത്യസ്തമായ രീതിയിൽ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച വ്യത്യസ്തതയാണ്. ഈ മലയുടെ താഴ്ഭാഗത്തുള്ള ഓരോ ജോലികളും പാകിസ്ഥാനികൾ, പട്ടാണികൾ അവരൊക്കെയാണ് ചെയ്യുന്നത്. അത്രയും ചൂടും തണുപ്പും വെയിലും എല്ലാം ക്ലൈമറ്റുകളും വരുന്ന ഒരു സ്ഥലമാണ് ഈ സൈഡ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യാത്ര ഒരുപാട് വർഷമായിട്ട് ഞാനിങ്ങനെ ലോങ് യാത്രയിൽ നടന്നിട്ടില്ല. ഞാൻ മലയുടെ മുകളിലേക്ക് കയറിയിട്ടും താഴ്ഭാഗത്തേക്ക് നടന്നിട്ടും വളരെ ക്ഷീണിതനായി. അത്രയും ലോങ് വ്യൂസാണ് കാണാൻ, കാഴ്ചകൾ. ഇവിടെ എല്ലാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ, മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു കാലം ഒമാനിലില്ല. ഇവിടെ ഉള്ളത് ചെറിയ ചാറ്റൽ മഴ വരുന്ന സമയത്ത് മലയിൽ നിന്നും ഇടിഞ്ഞ് ഒരുപാട് വെള്ളം താഴേക്ക് വരും. ആ വരുന്ന വെള്ളങ്ങളെല്ലാം ഇവിടെ, ആ സമയത്തൊന്നും ഇവിടെ സന്ദർശിക്കാനൊന്നും കഴിയില്ല. ഇത് മലയുടെ താഴത്തുള്ള വാഴത്തോട്ടാണ്. നമ്മുടെ നാട്ടിലെ അതുപോലെയുള്ള കൃഷി. ചെറിയ പഴങ്ങളുണ്ട്, അതുപോലെ വലിയ പഴങ്ങളുണ്ട്. പഴുത്തിട്ടില്ല, അത്യാവശ്യം നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഏകദേശം മൂത്ത് റെഡിയായി വന്നിരിക്കുന്നുണ്ട്. ഒരേ മണ്ണിൽ തന്നെ 2 കൃഷി നടക്കുന്നത്. ഇത് ഒരു ചെറിയ കുളം പോലെ കെട്ടിയിരിക്കുകയാണ്. ആ മലയുടെ താഴ്ഭാഗത്ത് വെള്ളം ഇതിലേക്ക് വന്ന് ചാടുന്നുണ്ട്. ഇതൊരു കുഞ്ഞരുവിയാണ്. ഞാൻ ആ അരുവിയിലേക്ക് ഇറങ്ങി ഭയങ്കര തണുപ്പായിരുന്നു ആ വെള്ളത്തിന്. ഒരു നാച്ചുറൽ ഫീൽസ് വെള്ളം. ശരിക്കും ആ വെള്ളം കുടിക്കാമെന്നാണ് പറഞ്ഞത്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു ഒമാനിയും ഉണ്ടായിരുന്നു. നല്ല പ്യുവർ വെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷവും. ഞാൻ ആ വെള്ളത്തിലിറങ്ങി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അത്രയും ഭയങ്കര വെയിലുള്ള സമയത്തും ആ വെള്ളം അവിടെ നല്ല തണുപ്പോടുകൂടി മലയുടെ താഴ്ഭാഗത്ത് കെട്ടി നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ നല്ല സുന്ദരമായ അരുവികളും കണ്ണിന് വളരെ
സന്തോഷം തരുന്ന കാഴ്ചകളായിരുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര. ഒമാനിൽ ഇനിയും ഇതുപോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ കൂടുതൽ പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, ഒരു മലയുടെ മുകളിലേക്ക് എത്ര കിലോമീറ്ററും